കോഴിക്കോട് വടകര ചോറോട് ദേശീയപാതയിൽ 9കാരിയും മുത്തശ്ശിയും ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാറ് 10 മാസത്തിന് ശേഷം കണ്ടെത്തിയപ്പോഴും തീരാ ദുരിതത്തിലാണ് ഇന്നും തൃശാന. അപകട ഇൻഷുറൻസ് പോലും ലഭിക്കാതെ കോമയിൽ കഴിയുന്ന മകളുടെ ചികിത്സാ ചിലവ് താങ്ങാനാവാതെ കഷ്ടപ്പെടുകയാണ് ഇന്നും കുടുംബം. പ്രതിയെ തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെങ്കിലും നീതി കിട്ടിയെന്ന് പറയാനാവില്ലെന്ന് തൃശാനയുടെ അമ്മ പറഞ്ഞു. ഫെബ്രുവരി 17 രാത്രിയിലാണ് ദേശീയപാതയിൽ വെച്ച് 9കാരി ദൃശാനയുടെയും മുത്തശ്ശി ബേബിയുടെയും ദേഹത്ത് കാറ് പാഞ്ഞു കയറിയത്. അപകടത്തിന് പിന്നാലെ കാർ നിർത്താതെ പോയി. തൊട്ടടുത്ത ദിവസം മുത്തശ്ശി മരിച്ചു. ദൃശാന കോമയിലായി. അന്നു മുതൽ കുടുംബം കാത്തിരുന്നത് വാഹനവും ഓടിച്ചയാളെയും കണ്ടെത്തുന്ന നിമിഷത്തിന് വേണ്ടിയാണ്. കാറ് കിട്ടിയതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും മീഡിയ ചാനലിലെ എല്ലാ ചാനലിലും വന്നുകൊണ്ട് മാത്രമാണ് പ്രതിനെ കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ മോളെ ചികിത്സേൻ്റെ ഇപ്പോൾ ഇൻഷുറിലെല്ലാം കൂടിയാകുമ്പോൾ ചികിത്സ അങ്ങോട്ടേക്ക് ഓർമ്മയൊന്നും വീണിട്ടില്ലല്ലോ. എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആവും എന്നല്ല ഡോക്ടർമാർ പറയുന്നത് വെച്ചാൽ സമയം പിടിക്കും, മാസങ്ങൾ പിടിക്കും, വർഷങ്ങളാവും. എന്നുവെച്ചാൽ തലക്ക് ആയതുകൊണ്ട് പരിക്കായതുകൊണ്ട് സമയം പിടിച്ചിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നു. അപകടമുണ്ടാക്കിയ പുറമേരി സ്വദേശി ഷജീൽ ഇപ്പോൾ UAE-യിലാണ്. 19,000-ഓളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് വാഹനം കണ്ടെത്താനായത്. കാർ മതിലിലിടിച്ചെന്ന് കാട്ടി ഇയാൾ ഇൻഷുറൻസിന് ശ്രമിച്ചു. ഇത് കേസിൽ നിർണായകമായി. ഷജീൽ എന്ന് പറയുന്ന ആ വണ്ടിയുടെ തന്നെ RC ഓണറായിട്ടുള്ള ഷജീൽ ആണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് എന്നും അന്ന് വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രയ്ക്കിടെ അശ്രദ്ധമായി പോയ ഒരു സമയത്ത് അപകടം സംഭവിച്ചതാണ് എന്നും എന്നാൽ അതിനെ തുടർന്ന് ഈ ഒരു അപകടം നടന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം വണ്ടി നിർത്താതെ പിന്നീട് മുന്നോട്ട് പോവുകയും പിടികൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തുകയായിരുന്നു ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വണ്ടി ഇടിച്ച കാറിനെ പോലീസ് ഇപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം വണ്ടി ഓടിച്ച ആൾ ഇന്ന് ഇപ്പോൾ UAE-യിലാണ് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ പ്രതിയെ നാട്ടിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പോലീസിന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ വടക്കൻകോവിൽ സുധീറിന്റെയും സ്മിതയുടെയും മകളാണ് ദൃശാന. അപകടം നടന്ന 10 മാസങ്ങൾക്കിപ്പുറവും ദൃശാന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കുഞ്ഞുമകൾ ഒന്നും അറിയാതെ അരികിൽ കിടക്കുമ്പോൾ ഒരുപാട് വേദനയും അതിലേറെ പ്രതീക്ഷയുമായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മകളുടെ മടങ്ങി വരവിനായി. ന്യൂസ് മലയാളം, കോഴിക്കോട്.